ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ? ഈ കഥയുടെ പേരാണ് ലിയോയുടെ ഉയർച്ച. പണ്ട് മരതക പുൽമേടുകളാലും വിശാലമായ ആകാശത്താലും ചുറ്റപ്പെട്ട ഒരു വിചിത്രമായ ഗ്രാമത്തിൽ ലിയോ എന്നു പേരുള്ള ഒരു അന്വേഷണാത്മക ബാലൻ താമസിച്ചിരുന്നു. ആകാശത്ത് നൃത്തം ചെയ്യുന്ന വിമാനങ്ങളിൽ ലിയോ ആകൃഷ്ടനായിരുന്നു. സ്വയം പൈലറ്റ് ആവണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ഒരു കുതിച്ചുയരുന്ന വിമാനമായി സ്വയം സങ്കൽപ്പിച്ച് കൈകൾ നീട്ടി പുൽമേടുകൾക്കിടയിലൂടെ ഓടുമായിരുന്നു. ഒരു ശോഭയുള്ള ഉച്ചതിരിഞ്ഞ് പ്രാദേശിക എയർസ്ട്രിപ്പിന് സമീപം ലിയോ കളിക്കുമ്പോൾ തന്റെ വിന്റേജ് വിമാനം തിരികെ ഹാങ്കറിലേക്ക് തള്ളുന്നതിൽ ബുദ്ധിമുട്ടുന്ന ഒരു പൈലറ്റ് മിസ്റ്റർ കൂപ്പറിനെ അവൻ ശ്രദ്ധിച്ചു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ ലിയോ സഹായത്തിനായി ഓടി. അവരുടെ ശ്രമങ്ങൾ അവസാനം വിജയിക്കുകയും ചെയ്തു. നന്ദിസൂചകമായി മിസ്റ്റർ കൂപ്പർ ലിയോയെ കോക്കറ്റിലേക്ക് ക്ഷണിച്ചു. പൈലറ്റിന്റെ സീറ്റിൽ കയറിയ ലിയോയുടെ മുഖം അത്ഭുതത്താൽ തിളങ്ങി. മിസ്റ്റർ കൂപ്പർ വിവിധ ഉപകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കൂടാതെ ലിയോയെ തന്റെ വ്യോമാക്രമണങ്ങളുടെ കഥകൾ പറഞ്ഞുകൊടുത്തു. ലിയോയുടെ ആവേശം തിരിച്ചറിഞ്ഞ് വ്യോമയാനത്തെക്കുറിച്ചും പറക്കലിന്റെ ശാസ്ത്രത്തെക്കുറിച്ചും അവനു പറഞ്ഞുകൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സമയം കടന്നുപോയി. മിസ്റ്റർ കൂപ്പർ പഠിപ്പിച്ചതെല്ലാം ലിയോ ഉൾക്കൊണ്ടു. പറക്കുന്നതിന്റെ ആവേശം മാത്രമല്ല, ഒരു സഹനത്തിന്റെ മൂല്യവും ക്ഷമയുടെ ഗുണവും അർപ്പണബോധത്തോടെ ഒരാളുടെ സ്വപ്നങ്ങളെ പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം പഠിപ്പിച്ചു. ഒടുവിൽ ഒരു ദിവസം മിസ്റ്റർ കൂപ്പർ ലിയോയെ വിമാനത്തിൽ കയറ്റി. അവർ മേഘങ്ങൾക്കു മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലിയോ പറക്കുന്നതിന്റെ ആഹ്ലാദവും തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷവും അനുഭവിച്ചു. കഥയുടെ ധാർമ്മികത എന്തെന്നാൽ, സുഹൃത്തുക്കളെ, ഓർക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ പുതിയ സാഹസികതയിലേക്കും പഠനത്തിലേക്കും വാതിലുകൾ തുറക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനും കഴിയും. അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സാഹസികത ആരംഭിക്കുന്നതേയുള്ളൂ. നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ. കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. ഓർക്കുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബു ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്റ്റിതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. അടുത്ത കഥയിലേക്ക് പോയാലോ? കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ കഥ ഇതാ. ടിമ്മിയുടെ ടിവി സമയം. ഒരിക്കൽ ഒരു വർണ്ണാഭമായ പട്ടണത്തിൽ ടിമ്മി എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് കൂടുതൽ സമയവും ടിവി കാണാൻ ഇഷ്ടമായിരുന്നു. അവന്റെ മാതാപിതാക്കളായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈസ് ഈ കുഴപ്പത്തെ വളരെ നന്നായി മനസ്സിലാക്കി. അവന്റെ പ്രിയപ്പെട്ട ഷോകൾ കാണാൻ അവനെ അവർ അനുവദിച്ചിരുന്നു. എന്നിരുന്നാലും മിതത്വത്തിന്റെ പ്രാധാന്യവും അവർക്കറിയാമായിരുന്നു. ഈ രീതി കൂടി പോകുന്നത് ശരിയല്ലെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം ടിമ്മി ഒരു ടിവിയിൽ മുഴുകിയിരുന്നു ഒരു ഷോ കാണുവായിരുന്നു. ഇത് കണ്ട ശ്രീ വൈസ് മെല്ലെ അവിടെ അടുത്ത് വന്നിരുന്ന് ടിവി റിമോട്ട് എടുത്ത് ടിവി ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ടിമ്മി, അധികമൊന്നും ഇങ്ങനെ ടിവി കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് പൂന്തോട്ടത്തിൽ പോയി കുറച്ച് പന്ത് കളിക്കാം. ടിമ്മിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ മടിച്ചെങ്കിലും പിന്നെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ അവൻ പൂന്തോട്ടത്തിൽ പോയി കളി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനു അവിടെ ചിരിയും കളിച്ചോടുന്നതുമൊക്കെ അടക്കാനായില്ല. അവൻ അവിടെ വളരെ സന്തോഷത്തോടെ അത് ആസ്വദിച്ചോണ്ടിരുന്നു. മിസ്സിസ് വൈസ് കുറച്ച് നാരങ്ങാ വെള്ളവും ആരോഗ്യകരമായ ലഘുഭക്ഷണവുമായി അവർക്കൊപ്പം ചേർന്നു. നോക്കൂ, ഇത് രസകരമല്ലേ? അവൾ പുഞ്ചിരിച്ചു ചോദിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ കുടുംബം ഒരുമിച്ചു ഇരുന്നു വീട്ടിൽ അവർ ടിവി കണ്ടിരുന്നു. നോക്കൂ, ടിവി ആസ്വാദ്യകരമാണ്, എന്നാൽ മറ്റു പ്രവർത്തനങ്ങളുമായി അതിനെ സന്തുലിതമാക്കുന്നത് പ്രധാനമാണ്, മിസ്റ്റർ വൈസ് വിശദീകരിച്ചു. ഗെയിം കളിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കുന്നത് പോലെ പാഠം മനസ്സിലാക്കിക്കൊണ്ട് ടിമ്മി തലയാട്ടി. അന്നുമുതൽ അവൻ പരിമിതമായ സമയം ടിവി കാണുകയും കൂടുതൽ സമയം വെളിയിൽ ചെലവഴിക്കുകയും വായിക്കുകയും മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്തു. തന്റെ മാതാപിതാക്കൾ വെറും കർക്കശക്കാരല്ല, മറിച്ച് സന്തുലിത ജീവിതത്തിന്റെ മൂല്യം അവനെ പഠിപ്പിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ടിമ്മി ബുദ്ധിമാനും ആരോഗ്യവാനും ആയ ഒരു ആൺകുട്ടിയായി വളർന്നു. അവന്റെ മാതാപിതാക്കൾ അവനെ കാണിച്ചുകൊടുത്ത കാര്യങ്ങൾ അവനു പിന്നീടും ജീവിതത്തിൽ നല്ല മാതൃകയായി. അവൻ അവരോട് നന്ദി പറഞ്ഞു. ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ,
നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് പ്രധാനമാണ്. ഒരു കാര്യത്തിന്റെയും അമിതമാവുന്നത് മറ്റു പ്രവർത്തനങ്ങളുടെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും സന്തോഷങ്ങളെയും അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ അപ്രാപ്തരും പറ്റാത്തവരും ആയി തീർക്കും. നല്ല മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ബാലൻസും ഡിസിപ്ലിനും പഠിക്കാൻ വഴികാട്ടുന്നു. എങ്ങനുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ കഥ? നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ? കഥയുടെ പേര് നേടിയെടുക്കുന്ന സ്വപ്നങ്ങൾ. ഒരു കാലത്ത് ഡ്രീംസ് വില്ലയിലെ മാന്ത്രിക ഭൂമിയിൽ കഥകൾ ഒത്തിരി പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികൾ താമസിച്ചിരുന്നു. അവരിൽ ഏറ്റവും അസാധാരണമായ ഭാവനയുള്ള സ്റ്റീവി എന്നു പേരുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. സാഹസികതയും അദ്ഭുതവും നിറഞ്ഞ ദൂരദേശങ്ങളിലേക്ക് സുഹൃത്തുക്കളുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന കഥകൾ അദ്ദേഹത്തിന് നെയ്തെടുക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം സ്റ്റീവി തന്റെ തട്ടിൻ പുറത്തു ഒരു പഴയ ക്യാമറ കണ്ടെത്തി. അത് കണ്ടതും അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ അതെടുത്തു. അവൻ പിന്നീട് മറ്റു കൂട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞു, നമുക്ക് നമ്മുടെ കഥകൾക്ക് ജീവൻ നൽകാൻ ഇനി സാധിക്കും. കാര്യം മനസ്സിലായപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. കുട്ടികൾ ഈ ആശയത്തിൽ ആവേശഭരിതരായി. പിന്നെ അവർ എല്ലാവരും ചേർന്നു ഒരു കഥയെ സിനിമയാക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അവർ പലയിടങ്ങളിൽ നിന്നും അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ കണ്ടെത്തിയതിൽ നിന്ന് വസ്ത്രങ്ങളും ഉപകരണങ്ങളും സൃഷ്ടിച്ചു. അവരുടെ കഥ ചിത്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ക്യാമറ ചിലപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കില്ല, അവരുടെ താൽക്കാലിക സെറ്റുകൾ പലപ്പോഴും തകർന്നു. എന്നാൽ സ്റ്റീവി അവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു കൂടെ നിർത്തി. എല്ലാ മഹത്തായ സ്വപ്നങ്ങളും ആരംഭിക്കുന്നത് ഒരു സ്വപ്നക്കാരനിൽ നിന്നാണ്. ഓർക്കുക, നക്ഷത്രങ്ങളിലേക്ക് എത്താനും ലോകത്തെ പല വിധത്തിൽ മാറ്റാനുമുള്ള ശക്തിയും ക്ഷമയും അഭിനിവേശവും നമുക്കുണ്ട്. സ്റ്റീവിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. ടീം വർക്കും സ്ഥിരോത്സാഹവും ഉപയോഗിച്ച് അവർക്ക് ശരിക്കും മാന്ത്രികമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ ഉള്ളിൽ തോന്നി. അവസാനം അവരുടെ കഥ ഒരു ചിത്രവിഷ്കരണമായി പൂർത്തിയായി. അവർ അതൊരു സിനിമ ഹാളിൽ പ്രദർശിപ്പിച്ചു. അത് മുഴുവനും തികഞ്ഞ ഒരു സിനിമ ആയിരുന്നില്ല, പക്ഷേ അത് ഇപ്പോഴും അവരുടേതായിരുന്നു. അത് അവരുടെ സ്വന്തം എന്ന് പറയാനുള്ള ഒരു തനിമ പ്രത്യേകമായി ഉണ്ടായിരുന്നു. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ സിനിമ സൃഷ്ടിക്കാനുള്ള യാത്രയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിഹാസ സംവിധായകൻ സ്പിൽബർഗിനെപ്പോലെ ആർക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അവരുടെ ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും കഴിയും എന്നതാണ് കഥയുടെ ധാർമ്മികത. ഇത് കുട്ടികളെ സർഗാത്മകതയുടെയും സഹകരണത്തിന്റെയും മൂല്യം പഠിപ്പിക്കുന്നു. അവർ നേരിടുന്ന വെല്ലുവിളികളെ പരിഗണിക്കാതെ അവരുടെ സ്വപ്നങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെ ഭാവനയുടെ ശക്തിക്കും കഥപറച്ചിലിന്റെ മാന്ത്രികതയ്ക്കും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും ആരെയും നക്ഷത്രങ്ങളിലേക്ക് എത്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും കഴിയുമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റീവിയുടെയും സുഹൃത്തുക്കളുടെയും ചെറിയ സിനിമ ഡ്രീംസ് വില്ലയിലെ ഒരു നിധിയായി മാറി. അവിടെയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ കഥ അവസാനിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സാഹസികത ആരംഭിക്കുന്നതേയുള്ളൂ. ഞങ്ങളുമായി ഒരുമിച്ചുള്ള ഈ സമയം ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംബ്സ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് ഇപ്പോൾ തന്നെ പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. അടുത്ത തവണ കാണും വരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ നിങ്ങൾക്കായി കഥ ഇതാ. എമിലിയുടെ പഴങ്ങൾ തേടൽ. ഒരിക്കൽ ഫ്രൂട്ടോപ്പിയ എന്ന മനോഹരമായ ഗ്രാമത്തിൽ എമിലി എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. എമിലി ജിജ്ഞാസയും കളിയുമായ ഉന്മേഷത്തോടെ ആസ്വദിച്ചു നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു. മറ്റെന്തിനേക്കാളും 2 കാര്യങ്ങൾ അവൾ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ഒന്ന് കളിപ്പാട്ടങ്ങളും മറ്റൊന്ന് പഴങ്ങളും ആയിരുന്നു. അവളുടെ മുറി നിറയെ പാവകളും മറ്റു സ്റ്റഫ് ചെയ്ത മൃഗങ്ങളും ബോർഡ് ഗെയിമുകളും നിറഞ്ഞ ഒരു വർണ്ണാഭമായ അത്ഭുതലോകമായിരുന്നു. മൂലയിൽ അവളുടെ പ്രിയപ്പെട്ട പഴങ്ങൾ ആപ്പിൾ, വാഴപ്പഴം, ഓറഞ്ച് എന്നിവ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ തടി പാത്രം ഉണ്ടായിരുന്നു. എമിലിയുടെ ദിവസങ്ങൾ കളിസമയവും ലഘുഭക്ഷണവും ഇടവേളകളും ചേർന്നതായിരുന്നു. ദൂരദേശങ്ങളിൽ മഹത്തായ സാഹസിക യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. പിന്നെ
വിശപ്പ് വരുമ്പോൾ അവൾ ഒരു ആപ്പിളോ ഒരു വാഴപ്പഴമോ തൊലിയിരിച്ചു പ്രകൃതി നൽകുന്ന മധുരമുള്ള രുചികൾ ആസ്വദിച്ചു കഴിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വിചിത്രമായ ഒന്ന് സംഭവിച്ചു. ഫ്രൂട്ടോപ്പിയയിലെ ദുഷ്ടമന്ത്രവാദിനികളായ പിറുപിറുപ്പ്, മുറുമുറുപ്പ്, ഉപരിതലം എന്നിവ ഗ്രാമത്തിൽ ഒരു മന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു. പഴങ്ങൾ ആളുകൾക്ക് നൽകുന്ന സന്തോഷത്തിൽ അവർ അസൂയപ്പെട്ടു. അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണത്തിനായുള്ള എല്ലാവരുടെയും ആഗ്രഹം നശിപ്പിക്കുന്ന ഒരു മയക്കുമരുന്ന് അവർ ഉണ്ടാക്കി. മന്ത്രവാദിനികൾ നിഗൂഢവനത്തിന്റെ ഹൃദയഭാഗത്ത് ഒത്തുകൂടി. അവർ ദുഷ്മന്ത്രങ്ങൾ ആലപിച്ചു. അവർ അവസാന ചേരുവകൾ കലർത്തി ഒരു ദ്രാവകം ഒരു ചെറിയ കുപ്പിയിൽ ആക്കി വനത്തിൽ വെച്ചു. ഒരു ഉച്ചതിരിഞ്ഞ് വനം പര്യവേക്ഷണം ചെയ്യുന്നതിനിടയിൽ എമിലിയുടെ കണ്ണ് കുപ്പിയിൽ ഇടറി. അതിൽ ഒരു മാന്ത്രിക അമൃതമോ അല്ലെങ്കിൽ ഒരുപക്ഷെ മങ്ങിയ പാനീയമോ അടങ്ങിയിട്ടുണ്ടെന്ന് അവൾ കരുതി. മന്ത്രവാദികൾക്ക് ഒരു പദ്ധതിയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ അതെടുത്തു തുറന്നു. അവർ എമിലിയുടെ മനസ്സിൽ മന്ത്രിച്ചു. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആകെ മാറിമറിഞ്ഞു. പെട്ടെന്ന് അവൾക്ക് ജങ്ക് ഫുഡ്, ബർഗറുകൾ, പിസ്സ, ഐസ്ക്രീം എന്നിവ കൊതിച്ചു തിന്നാൻ ആഗ്രഹം കൂടി. പഴങ്ങൾ അവൾക്ക് ഇഷ്ടമല്ലാതായി. എമിലിയുടെ സ്വഭാവം മാറി. അവളുടെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ ആഗ്രഹം ഇല്ലാതായി. പകരം അവൾ മണിക്കൂറുകളോളം അവളുടെ ടാബ്ലറ്റിലൂടെ സ്ക്രോൾ ചെയ്തു ഇരിക്കുന്ന ശീലമായി. കൊടുത്താൽ നിറവും കുക്കികൾ കഴിച്ചു. അങ്ങനെ റോസാപ്പൂ പോലെയുള്ള അവളുടെ കവിളുകൾ വിളറി. അവളുടെ ഊർജം കുറഞ്ഞു. അവളുടെ ഉറ്റ സുഹൃത്ത് നദൻ അവളുടെ പരിവർത്തനം ശ്രദ്ധിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. ഒരു ദിവസം നാഥൻ എമിലിയുടെ മുറി സന്ദർശിച്ചു. അവഗണിക്കപ്പെട്ട കളിപ്പാട്ടങ്ങളും തൊടാത്ത ഫ്രൂട്ട് ക്രാറ്റും അവൻ കണ്ടു. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. നദൻ എമിലിക്ക് ടാബ്ലറ്റിന് പകരം ഒരു കളറിംഗ് ബുക്ക് നൽകുകയും അവളുടെ കുക്കികൾ തിളങ്ങുന്ന ചുവന്ന ആപ്പിൾ വെച്ച് മാറ്റുകയും ചെയ്തു. എമിലിക്ക് ആദ്യം മടിച്ചു ദേഷ്യം വന്നെങ്കിലും അവളുടെ ഉള്ളിൽ എപ്പോഴും നിലനിന്നിരുന്ന ജിജ്ഞാസ് അവളെ കീഴടക്കി. അവൾ കളറിംഗ് ബുക്ക് എടുത്തു വരയ്ക്കാൻ തുടങ്ങി. ആപ്പിൾ അവളുടെ മേശപ്പുറത്ത് ഇരുന്നു. അതിന്റെ ചടുലമായ ചുവന്ന ചർമ്മം അവളെ ആകർഷിച്ചു. അവൾ കടിച്ചപ്പോൾ എന്തോ മാന്ത്രികത സംഭവിച്ചെന്നു അവൾക്ക് തോന്നി. എമിലിക്ക് ഊർജത്തിന്റെ കുതിച്ചുചാട്ടം അനുഭവപ്പെട്ടു. അവളുടെ കവിളുകൾ ഉന്മേഷത്തിൽ തുടുത്തു. മന്ത്രവാദിനികളുടെ സ്വാധീനം കുറഞ്ഞു. നഥാൻ പുഞ്ചിരിച്ചു. എമിലി, അവൻ പറഞ്ഞു, കളിപ്പാട്ടങ്ങൾ രസകരമാണ്, പക്ഷേ പഴങ്ങൾ നമുക്ക് ശക്തിയും സന്തോഷവും നൽകുന്നു. നമുക്ക് ഒരുമിച്ച് മന്ത്രവാദിനികളെ പരാജയപ്പെടുത്താം. എമിലി സമ്മതിച്ചു. കളറിംഗ് ബുക്കുമായി ആപ്പിളും വാഴപ്പഴവും ഇന്ധനമാക്കി അവർ കാട്ടിലേക്ക് പോയി. എമിലി തങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മന്ത്രവാദിനികൾ വിറച്ചു. അവൾ കുപ്പി തകർത്തു. കുടുങ്ങിയ മന്ത്രവാദിനികളെ മോചിപ്പിച്ചു. പിറുപിറുപ്പ്, മുറുമുറുപ്പ്, ഉപരിതലം എന്നിവ അവരുടെ പാഠം പഠിച്ചു. ഇനി ഒരിക്കലും ഫ്രൂട്ടോപ്പിയെ ഉപദ്രവിക്കില്ലെന്ന് അവർ വാഗ്ദാനം ചെയ്തു. കളിപ്പാട്ടങ്ങളും പഴങ്ങളും ഒരുപോലെ നെഞ്ചിലേറ്റി എമിലി പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. ആ ദിവസം മുതൽ ഗ്രാമം അഭിവൃദ്ധി തിരിച്ചുവന്നു. ആഘോഷസമയവും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും ചേർന്നുള്ള മാന്ത്രിക അനുഭവം ആസ്വദിച്ചു. കഥയുടെ ധാർമ്മികത, വിനോദവും പോഷണവും ബാലൻസ് ചെയ്യുക. എമിലിയെപ്പോലെ നമ്മുടെ കളിപ്പാട്ടങ്ങളും കളികളും ആസ്വദിക്കണം, പക്ഷേ പഴങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നന്മ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എല്ലാവരും ഈ കഥ ആസ്വദിച്ചുവല്ലോ. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഈ വീഡിയോക്ക് അമർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ അമർത്തുക. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ? ഈ കഥയുടെ ശീർഷകം ഉറുമ്പിന്റെ ജ്ഞാനം. ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ ആൻഡി എന്ന ഒരു ചെറിയ ഉറുമ്പ് ഉണ്ടായിരുന്നു. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും പേരുകേട്ട ആളായിരുന്നു ആൻഡി. ഒരു സൂര്യപ്രകാശമുള്ള ദിവസം ഒരു കനത്ത ഇല ചുമക്കുമ്പോൾ നീണ്ട പരിശീലനത്തിന് ശേഷം മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഫെലിക്സ് എന്ന പോരാളി അവിടെ വിശ്രമിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ആ കനത്ത വലിയ ഇലയെ എടുത്ത് കഷ്ടപ്പെട്ട് മല്ലിടുന്ന ഉറുമ്പിനെ ശ്രദ്ധിച്ച ഫെലിക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് ചെറിയ ഉറുമ്പേ നിങ്ങൾ ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത്? വരൂ, എന്നെപ്പോലെ വിശ്രമിക്കൂ, ഈ ദിവസത്തിന്റെ ഭംഗി ആസ്വദിക്കൂ. ആൻഡി മറുപടി പറഞ്ഞു, ഭക്ഷണം സമൃദ്ധമായി ലഭിക്കാത്ത ദിവസങ്ങൾക്കായി ഞാൻ തയ്യാറെടുക്കണം. ഇന്നത്തെ കഠിനാധ്വാനം നാളെ എന്റെ നിലനിൽപ്പ് ഉറപ്പാക്കും. ഫെലിക്സ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞുകിടന്നു, സ്വന്തം ലോകത്തിലേക്ക് കണ്ണുകൾ അടച്ചു. അങ്ങനെ കാലം കടന്നുപോയി, ഋതുക്കൾ മാറി. കാടിന്റെ മുകളിൽ മഞ്ഞു പുതപ്പ് കൊണ്ട് മൂടി ശീതകാലം എത്തി.
ഫെലിക്സ് എന്ന പോരാളി ദുഷ്കരമായ സമയങ്ങൾക്കായി തയ്യാറെടുക്കാത്തതു മൂലം ബലഹീനനും വിശപ്പുള്ളവനുമായി മാറി. ഒറ്റപ്പെട്ടു ഇരിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറി. അപ്പോളാണ് അവന് പണ്ട് കണ്ട ഉറുമ്പിനെ ഓർമ്മ വന്നത്. വളരെ പ്രയത്നത്തോടെ ആൻഡിയുടെ വീട്ടിലേക്ക് അവൻ നടന്നുപോയി. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആൻഡിയെ ഊഷ്മളവും നല്ല ഭക്ഷണവും കഴിച്ചിരിക്കുന്നത് കണ്ടെത്തി. വേനൽക്കാലത്തും ശരത്കാലത്തും ഭക്ഷണം ശേഖരിക്കാൻ ചെറിയ ഉറുമ്പ് അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. ഫെലിക്സിന്റെ അവസ്ഥ കണ്ട് ആൻഡി അവന്റെ ഭക്ഷണവും പാർപ്പിടവും പങ്കിട്ടു. ഉറുമ്പിന്റെ ദീർഘവീക്ഷണത്താലും ഔദാര്യത്താലും വിനയാന്വിതനായ ഫെലിക്സ് അന്ന് ഒരു പ്രധാന പാഠം പഠിച്ചു. കഥയുടെ ധാർമ്മികത എല്ലായ്പ്പോഴും കഠിനാധ്വാനം ചെയ്യുകയും ഭാവിക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക, കാരണം കഠിനാധ്വാനിയും ജ്ഞാനിയുമാണ് പ്രയാസങ്ങളുടെ സമയത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംബ്സ് അപ്പ് നൽകുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക. നമുക്ക് കഥപറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. അടുത്ത തവണ വരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.